ഒരു പുതിയ പ്രസ്ഥാനം ഇപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ അവിടെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്തിഗാസ ചെയ്യാൻ ശിർക്കൊന്നും അല്ലെങ്കിലും മുസ്ലിക്കൊന്നും അല്ലെങ്കിലും ഞാൻ ചോദിച്ചോളന്നില്ല. ഈ എത്രയാണാ ചോദിച്ചത്? ഇമാം ബൂസീരി മാത്രമല്ല ഇബ്നുൽ ഹൈതമി തങ്ങൾ വളരെ വ്യക്തമായി അള്ളാഹുവിൻ്റെ റസൂലിനോട് എൻ്റെ ഈമാൻ സലാമത്താക്കി തരണം, അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുകയെന്ന് പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. ഇമാം ഇബ്നുൽ ഹൈതമി, ഇമാം സുബ്കി, ഇമാം സുയൂത്തി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം, ഇമാം ബൈളാവി, കഴിഞ്ഞു പോയ എല്ലാ മുഹദ്ദിസുകളും എല്ലാ മുഫസ്സിറുകളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങൾക്കത് വേണം എന്ന് പറഞ്ഞ് വാങ്ങിയിട്ടല്ലാതെ അവരാരും കഴിഞ്ഞു പോയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് വത്തബിഊനി എന്ന് ഒരു ആയത്തിൽ പറഞ്ഞു, മറ്റേ ആയത്തിൽ എന്ന് പറഞ്ഞു വത്തബഊഹും, സഹാബത്തിനോട് പിൻപറ്റുവാൻ. വേറെ ആയത്തിൽ പറഞ്ഞു സഹാബത്തിൻ്റെ വഴി മുഅ്മിനീങ്ങളെ വഴിക്ക് ഇങ്ങനെ കിട്ടിപ്പോകുന്നതാണ്. വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ വഴി അല്ലാത്ത ഒരു വഴിയോട് തുറന്നാൽ നുവല്ലിഹി മാ തവല്ല, അവൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഓരോ നോക്കിയാൽ കാണാം ഫതദക്കർതു ഖൗല സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഇദാ വഖഅത ഫീ ശിദ്ദത്തിൻ ഫനാദിനി, നീ വല്ല വിഷമത്തിലും പെട്ടാൽ എന്നെ നീ വിളിക്കണേ എന്ന് വസിയത്ത് ചെയ്തത് ഞാൻ ഓർക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട അരീഷത്ത് നൂഫി അവിടുത്തെ ബഹജത്തുൽ അസ്റാർ എന്ന കിതാബിൽ സനദടക്ക് ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് പറഞ്ഞ വാക്കാണ്, നീ വിഷമത്തിൽ പെട്ടാൽ ഫല്ലിനാദിനി, എന്നെ വിളിക്കണം, ഔലിയാക്കന്മാരെ വിളിക്കണം വിഷമത്തിൽപ്പെട്ടാൽ എന്ന് പഠിപ്പിച്ചത് ആരാണ്? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇബ്നു സുന്നി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ബസ്സാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഈ മൂന്ന് ഇമാമിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഔലിയാക്കന്മാരെ വിളിച്ച് ദുആ ചെയ്യണം സഹായികളില്ലാതെ ആയാൽ എന്ന് വ്യക്തമായി പറഞ്ഞതാണ്. ഇസ്തിഗാസയിൽ സുന്നത്താണ് എന്ന്, ഇസ്തിഗാസ അനുവാദമാണെന്ന് പറയുന്ന ചില ആത്മജ്ഞാനികളുണ്ട്. അവൻ വിദേഹത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നവനാണ് നമ്മൾ മനസ്സിലാക്കണം. തലയെ കെട്ടിട്ടിയാലും വേണ്ടിയില്ല, ഈ കിരീടം വെച്ചാലും വേണ്ടിയില്ല. ഇത് സുന്നത്തായി റസൂലുള്ളാഹി പ്രഖ്യാപിച്ച സാധനമാണ്. അൽഹംദുലില്ലാഹ്, ഞാൻ ഓർക്കുകയാണ്, പണ്ഡിത ലോകത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത എല്ലാവരാലും അറിയപ്പെട്ട വൈലത്തൂർ ഉസ്താദിന്റെ കൈകരങ്ങളാൽ ഒരു കിതാബ് ആ വിഷയത്തിൽ തന്നെ എഴുതാൻ അവിടത്തേക്ക് അക്കാലത്ത് തൗഫീഖ് കിട്ടിയത് നമുക്ക് വല്ലാത്ത സമാധാനം ഉണ്ടാക്കി തരികയാണ്. ബയാനുൽ ഹഖ് ഫീ ജവാദി ത്വലബിൽ മഊനത്തി മിനൽ ഹൽഖ് എന്ന് മഹാന്മാരോട് എന്നല്ല ആരോടും സഹായം തേടുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ കിതാബ് തന്നെ എഴുതുകയും അത് ഓതിത്തരികയും ചെയ്തിരിക്കുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾ. തൗഹീദ് എന്താണെന്ന് പഠിപ്പിച്ചു. ആ തൗഹീദിൽ ഗ്രന്ഥങ്ങൾ എഴുതി ഈ ലോകത്തോട് പിരിഞ്ഞാൽ ഇനി ആരോടെങ്കിലും പറയുമ്പോ ഇവർ ഈ ആശയത്തിന്റെ ആളല്ലേ എന്ന് നമുക്ക് പറയാമായിരുന്നല്ലോ. അല്ലെങ്കിൽ ആയതെടുത്തിട്ട് കാട്ടിക്കൊടുക്കാം, അസമൂലിനെ കാട്ടിക്കൊടുക്കാൻ കഴിയോ, അല്ലെങ്കിൽ പതിയെ കാട്ടിക്കൊടുക്കാൻ കഴിയോ, ഷംസുല്ലമനെ കാട്ടിക്കൊടുക്കാൻ കഴിയോ, കണ്ണിയത്തിനെ കാട്ടിക്കൊടുക്കാൻ കഴിയോ? അവരൊക്കെ ഇസ്തിഗാസന്റെ ആളുകളാണ്, കുതുബിയത്തിന്റെ ആളുകളാണ്. ഇന്ന് കുതുബിയത്ത് ചെല്ലാൻ പേടിയുള്ളവരായി മാറിയെങ്കിൽ ഈ തലയെക്കെട്ട് സമൂഹത്തിൽ വിദേഹത്തിനെ പരത്തുന്ന അവസ്ഥയിലേക്ക് ചില തലയെക്കെട്ടുകൾ എത്തിയെങ്കിൽ മുസീബത്തിന്റെ കൊടിയായി മാറിയിരിക്കുന്നു. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പഴമയിലേക്ക് തിരിച്ചു വരിക, വല്ലുനാദിനി, എന്നെ വിളിക്കുക. ബഹുമാനപ്പെട്ടവര് തന്നെ വിഷമം വന്നാല് 2 റക്അത്ത് നിസ്കരിച്ച് ഒളൂ ചെയ്ത് ഒരു 2 3 10 ഒന്നല്ല, അങ്ങനെ അങ്ങ് ചൊല്ലി തന്റെ അവിടുത്തെ കാര്യങ്ങൾ പത്തഹാകുമെന്ന് ഖിയാഖുൽ മുഹബ്ബീൻ എന്ന കിതാബിൽ തങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം. പല കിതാബുകളിലും മഹാന്മാരൊക്കെ ഇസ്തിഗാസ ചെയ്തത് കാണാം. നമ്മുടെ മുൻഗാമികൾ മുഴുവൻ ഇസ്തിഗാസ ചെയ്തവരാണ്. ഇസ്തിഗാസയുടെ വിധി ചോദിച്ചാൽ ഉറപ്പിച്ച് പറയുക, സുന്നത്താണ്. ഇസ്തിഗാസ സുന്നത്താണ്, ഇസ്തിഗാസ സുന്നത്താണ്. അത് നേർച്ചയാക്കാവുന്നതാണ്. അത് വെറും മുബാഹല്ല, അത് കറാഹത്തല്ല.
അത് ഹറാമല്ല, അത് സുന്നത്താണ്. അത് തവസ്സുലിലേറെ വലിയ സുന്നത്താണ് ഇസ്തിഗാസ. മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതാണ്. യാ ഇബാദല്ലാഹ് ഐനൂനി എന്നാണ് അവിടുത്തെ ലിസാനുൽ ഷരീഫ് കൊണ്ട് പഠിപ്പിച്ച ദുആ. യാ ഇബാദല്ലാഹ് ഐനൂനി, ഔലിയാക്കളെ എന്നെ സഹായിക്കണേ. ബസ്സാർ റിപ്പോർട്ട് ചെയ്യുന്നു. യാ ഇബാദല്ലാഹ് ഇഹ്ബിസൂ, ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്നു. യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഔലിയാക്കളെ എന്നാണ്. യാ അല്ലാഹ് എന്ന് പറഞ്ഞാലാണ് അള്ളാഹ് എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് സുന്നത്തായി മുത്തുനബി പറഞ്ഞിട്ട് അത് യാത്രയിൽ പ്രത്യേകം സുന്നത്താണെന്ന് ഇമാം നവവി തങ്ങൾ പറഞ്ഞിട്ട് അതൊന്നും കണ്ണിൽ കൊള്ളാത്ത എന്തോ ഈ തൈമിയ ജീഫത്തിന്റെ ശവം തിന്ന് വളർന്നതായ മനസ്സിന്റെ, ഈമാൻ നശിച്ചു പോയ മനസ്സിന്റെ എന്തോ ആശയങ്ങൾ സമൂഹത്തിൽ കയറി വരുന്നുണ്ടോ? പേടിക്കണം സഹോദരന്മാരെ. ഇസ്തിഗാസയാണ് റാത്തിബ്. ഇന്നത്തെ റാത്തിബിൽ എത്ര ഇസ്തിഗാസയാണ് നടക്കാൻ പോകുന്നത്? അതിനുള്ള ദിക്റുകളെ പറ്റി ഒന്നും പറയാൻ ടൈമില്ല. അത് വേറൊരു ദിവസം വെച്ചാൽ ഇൻഷാ അല്ലാഹ് ഉസ്താദ്മാരാരെങ്കിലും പറഞ്ഞാൽ ആ ദിക്റിനെ പറ്റി ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ വേറെങ്കിലും വഴിയിലൂടെ ഒക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. അല്ലാഹു തആല ജീലാനി തങ്ങളെ മുരീദുമാരിൽ ഓ മൗലവി, രോഗം സുഖപ്പെടുത്താൻ അള്ളാഹുവിനല്ലേ കഴിയൂ. അപ്പൊ പിന്നെ ഒരു ഡോക്ടറോടോ ഒരു നബിയോടോ ഒരു വലിയനോടോ ഒരു മഹാനോടോ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിം പറഞ്ഞാൽ എന്റെ അർത്ഥം സുഖപ്പെടാൻ വേണ്ടി കാരണമായി പ്രവർത്തിക്കണേ എന്നല്ലേ? അപ്പൊ അതിന്റെ മാൻ എന്താണ്? മടവൂർ ശൈഖേ എന്റെ രോഗം മാറാൻ ദ്വാരക്കണേ എന്നല്ലേ? സാധാരണയല്ലേ ഡോക്ടറോട് പോയിട്ട് ഒരാൾ പറയുന്നത് എന്റെ രോഗം ഒന്ന് മാറ്റി തരണേ ഡോക്ടറെ, ഇപ്പോഴേ കാഫറാവോ? അള്ളയാണ് സുഖപ്പെടുത്തുന്നെങ്കിലും ഡോക്ടറെ സുഖപ്പെടുത്തണേ എന്ന് മുസ്ലിം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, സുഖപ്പെടാൻ വേണ്ടി മരുന്ന് തരണേ എന്നാണ്. മഹാന്മാരോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണേ എന്നാണ്. വാചകത്തിന്റെ അർത്ഥം എന്തേ മൗലവി മനസ്സിലാക്കാതെ പോയത്? ഓരോരുത്തരോടും പറയും ഓരോ അർത്ഥമല്ലേ? ഞാൻ എത്ര സ്ഥലത്ത് വിശദീകരിച്ചു, പക്ഷേ കേട്ടൊന്ന് പഠിക്കുന്നില്ലല്ലോ ഈ മൗലവി. ഞാനൊരു ചെറിയ ഉദാഹരണം മുമ്പ് പറഞ്ഞത് തന്നെ പറയാം. ഞാനും കാന്തപുരം ഉസ്താദ് കൂടിങ്ങനെ പോയി, മുമ്പ് പറഞ്ഞൊരു ഉദാഹരണം തന്നെ. ഉസ്താദ് കൂടിങ്ങനെ പോന്നു, ഞാനപ്പോ എന്റെ ഉസ്താദിന്റെ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു ഒരു ചായ വേണോ? അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം കാറ് ഒരു ഹോട്ടലിന്റെ അടുത്ത് നിർത്തണോ പറഞ്ഞ ചായ വേണോന്നാ അർത്ഥം. കാറ് ഹോട്ടലിന്റെ അടുത്ത് നിർത്തണോ? ഉസ്താദ് ചോദിച്ചു എന്താ അബ്ദുറഹ്മാനെ, ഉസ്താദ് ഒരു ചായ വേണോ? എന്താ അതിന്റെ അർത്ഥം? പൈസ ഉസ്താദ് കൊടുക്കണോ? അപ്പൊ അർത്ഥം മാറി. അതിന്റെ അർത്ഥം ഉസ്താദിന്റെ വകയെ കിട്ടണോന്നാ, പൈസ ഉസ്താദ് കൊടുക്കണോ? അങ്ങനെ ഹോട്ടലിൽ കേറുമ്പോ കേഷ്യർ എന്താണ് ഉസ്താദ്, ഞങ്ങൾക്ക് ഒരു ചായ വേണോ? അതിന്റെ അർത്ഥം എന്താ? കേഷ്യർ പൈസ കൊടുക്കണോന്നാ എന്നല്ല, കേഷ്യർ കാറ് നിർത്തണോന്നാ അല്ല. അവിടുത്തെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം കാണിച്ചു തന്നെ ഇരിക്കാന്. അയാൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് ഇരുത്തിയപ്പോ സപ്ലയർ വന്നു. എന്താ വന്നു വെച്ച്, നല്ല 2 ചായ വേണോന്ന്. അതിന്റെ അർത്ഥം എന്നാ? ചായ വേണോന്ന് തന്നെ അർത്ഥം വേണോന്ന് പോയി പറയണോന്ന്. അല്ല, സപ്ലയർ ഉണ്ടാക്കൂല. ചായ വേണോന്ന് അർത്ഥം വേണോന്ന് പോയി പറയണോ. അപ്പൊ അയാൾ പോയിട്ട് എന്ത് ചെയ്തു? അയാൾ മൗലവിമാർ പറയില്ല, അയാൾക്ക് ബുദ്ധിയുണ്ട്. അയാൾ ഞങ്ങൾ എന്നോട് ചോദിച്ചാൽ അയാൾ പറയുന്നില്ല, ഞാൻ അവിടെ ചായ ഉണ്ടാക്കുന്നത് അയാൾ ചോദിക്കുന്നില്ല. അയാൾക്ക് ബുദ്ധിയുണ്ട്, അയാൾക്കറിയാം ഇവിടെ ചായ വേണോന്ന് തന്നെ അർത്ഥം ചായ വേണോന്ന് പോയി പറയണോന്നാണ്. ഇതുപോലെ ഞങ്ങൾ സുന്നികള് ഔലിയാക്കളെ അമ്പിയാക്കളെ വിളിച്ചിട്ട് രോഗം മാറണോ തന്നെ, രോഗം മാറണോന്ന് അള്ളാഹിനോടൊന്ന് പറയണേന്നാ. അപ്പോ അതാണ് അള്ള കൊടുക്കുന്നവന് ഞാൻ വിതരണം ചെയ്യുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ സപ്ലൈ ചെയ്യുന്ന ആള്, അള്ള കൊടുക്കുന്ന ആള്. അപ്പൊ ഈ സപ്ലൈ ചെയ്യുന്നവര് എന്ന നിലക്ക്, വിതരണക്കാർ എന്ന നിലക്കാണ് മഹാന്മാരോട് ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ഈ സപ്ലൈയർ എന്ത് ചെയ്തു? ആ കാന്റീൻ്റെ അടുത്ത് പോയിട്ട് അടുക്കളൻ്റെ അടുത്ത് 2 നല്ല ചായ വേണോ? അപ്പൊ അയാൾ എന്ത് ചെയ്തു? ചായ ഉണ്ടാക്കി ഇവിടെ തന്നു, കുടിച്ചു, ഞങ്ങളിങ്ങ് പോയി. ഇവിടെ ഒക്കെ കണ്ടോ നിങ്ങൾ? പറഞ്ഞ വാചകം എല്ലാവരോടും പറഞ്ഞ് ചായ വേണോന്നാ, പക്ഷെ ഓരോ സ്ഥലത്തും ഓരോ അർത്ഥ. ഇനി ഒരാൾ എന്ത് ചെയ്തു? ഒരാളിങ്ങനെ പോയിക്കൊടുക്കും, അള്ളാഹുവേ നല്ലൊരു ചായ വേണേന്ന്. എന്നതിന്റെ അർത്ഥം എന്താ? അള്ള കാറ് നിർത്തണോന്നാ? അല്ല. അള്ള കേസ് കൊടുക്കണോന്നാ? അള്ള ഈ അടുക്കളയിൽ എടുത്തിട്ട് ചായ വേണോന്ന് പറയണോന്നാ? അള്ള ചായപ്പൊടിയും പഞ്ചായത്തൊക്കെ ഇട്ടിട്ട് ചായ ഉണ്ടാക്കണോന്നാ? അതിന്റെ അർത്ഥം ഒന്നുമല്ല. എനിക്കൊരു നല്ല ചായ കിട്ടാൻ ആവശ്യമായ എല്ലാ കുതിർത്തും കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കണേന്നാണ്. എനിക്കൊരു നല്ല ചായ കിട്ടാൻ ആവശ്യമായ എല്ലാ കഴിവും കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കണേന്ന് അതിന്റെ അർത്ഥം അള്ളാഹിനോട് പറഞ്ഞാൽ. അപ്പൊ മൂമിനായ മനുഷ്യൻ അള്ളാഹിനോട് പറയുമ്പോഴുള്ള അർത്ഥം ഒന്ന് വേറെ, സൃഷ്ടികളോട് പറയുമ്പോൾ അർത്ഥം ഒന്ന് വേറെ, ഓരോരുത്തരോടും പറയുമ്പോൾ ഓരോ അർത്ഥം. അള്ളാഹിനോട് ചേർക്കണേ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ. അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോ തീരെ സുഖമില്ലാത്ത ഒരു ബാപ്പ പുരയിലിരിക്കുമ്പോ ആ ബാപ്പാനോട് ഒരാൾ പോയിട്ട്, മകൻ പോയിട്ട് ഉപ്പ എനിക്കൊരു പുര ഉണ്ടാക്കി തരണേ. മരം പിടിക്കാനും ആവൂല, പിന്നെ നമ്മള് ഈ മെറ്റലെടുക്കാനും കഴിയൂല, കല്ല് വെക്കാനും കഴിയൂല, ഒന്നിനും കയ്യിൽ. ഉപ്പാനോട് പറയാ എനിക്ക് പുരണ്ടാക്കി തരണേ. കയ്യാത്ത ആളോട് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങളെ കൊണ്ട് കയ്യിൽ ചെയ്യണേനാ. നിങ്ങളെ കൊണ്ട് ചെയ്യുന്ന എന്താ? പൈസ കൊടുക്കണേന്ന് അതിന്റെ മേന, പൈസ കൊടുക്കണേന്ന് അതിന്റെ മേന. ഉപ്പ എനിക്കൊരു പുരണ്ടാക്കി തരണേ എന്ന് പറഞ്ഞാൽ,
അല്ലാതെ അയാൾ കല്ലുവിട്ട് പോകണമെന്നല്ല. ഇതുപോലെ ഒരാള് രക്ഷപ്പെടുത്തണേ സുഖപ്പെടുത്തണേ എന്ന് മടവൂർ ശൈഖിനോട് പറഞ്ഞാല് മടവൂർ ശൈഖ് രോഗം സുഖപ്പെടുത്തോ? രോഗം സുഖപ്പെടുന്ന അല്ലല്ലേ, രക്ഷപ്പെടുന്നത് അല്ലല്ലേ? അപ്പൊ പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? രോഗം സുഖപ്പെടാൻ ആവശ്യമായത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണേ. അതെന്താണ്? അള്ളാഹിനോട് ദ്വാർക്കുക, അള്ളാഹിനോട് ദ്വാർക്കണേ. ഇതാണല്ലോ അതിന്റെ ഉദ്ദേശം. അങ്ങനെ